ഞാൻ ഈ സമരം പൊളിഞ്ഞു പോകുന്ന നേരത്തെ തന്നെ പ്രതീക്ഷിച്ചാളാണ്. എനിക്ക് തോന്നുന്നു 2000 പേര് താഴെ ഈ സമരത്തിന് വന്നിട്ടുള്ളതായിരിക്കും. കെ സുരേന്ദ്രൻ ഇട്ടേക്കുന്ന പോസ്റ്റ് 1000 പേര് താഴെ എന്നാണ്. കോക്രോച്ച് പാർട്ടിയുടെ ഇമ്പാക്റ്റ് ഇവിടെ പൊളിയത്തില്ല. അത് നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. കാരണം ഈ കോക്രോച്ച് പാർട്ടിയിലുള്ളത് ഒരു ഇൻസ്റ്റഗ്രാമിൽ കൂടെ വന്ന ഒരു പ്രതിഭാസം. ഈ ഇൻസ്റ്റഗ്രാമിൽ കൂടെ വന്ന പ്രതിഭാസത്തിൽ ഭൂരിഭാഗം പേരും ആരായിരിക്കും? ജെൻസി ആയിരിക്കും, അല്ലെങ്കിൽ അതിന് ശേഷം ജനിച്ച കുട്ടികളായിരിക്കും, കുറച്ച് 90s കിഡ് കാണും. ഇത്രേ ഉള്ളൂ ഈ പാർട്ടിയുടെ ബേസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പാർട്ടിയുടെ ബേസ് ഇവരിപ്പോൾ നാളെ ഒരു സമരം വെച്ചാൽ ഇന്നത്തെ പിള്ളേർ സമരത്തിന് പോകും. ഇവരെല്ലാം വീട്ടിൽ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന പിള്ളേരെ ഈ പാർട്ടിക്ക് അത് മൊത്തം ഉള്ളത്. ഇൻസ്റ്റഗ്രാമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്. പക്ഷേ അവർ വോട്ട് ചെയ്യും. CJPക്ക് അവരെ വോട്ട് ചെയ്യിക്കാൻ കൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ വോട്ട് ചെയ്യിക്കാൻ കൊണ്ടിരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ അവർ ഇമ്പാക്റ്റ് ഉണ്ടാകും. സിമ്പിൾ. സമരത്തിന് ആൾ വരില്ല, പ്രതിഷേധങ്ങൾക്ക് ആൾ വരില്ല, സമരം നടത്തിയാൽ പൊളിഞ്ഞു പോവും. ഇതിൻ്റെ ചിലവിൽ CJPയുടെ ഫൗണ്ടർക്ക് ഇപ്പോൾ നേതാവാകാമെന്ന് വെച്ചാൽ ഒക്കെ ഏതെങ്കിലും മുഖ്യധാരാ പാർട്ടി സീറ്റ് കൊടുത്താൽ മത്സരിക്കാൻ പറ്റും. ഒരു മണ്ഡലത്തിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും പറ്റില്ല. ഒറ്റ സിംഗിൾ മണ്ഡലത്തിലൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാകും. പക്ഷേ ഓൾ ഇന്ത്യ നോക്കുമ്പോൾ അവരുണ്ടാക്കും, ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം ഇത് ഈ പറയുന്ന അരാഷ്ട്രീയവാദം യൂത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വോട്ട് ചെയ്യാനായിട്ട് പോവാതിരിക്കുന്ന ആളുകളൊക്കെ പയ്യെ വോട്ട് ചെയ്യാൻ വരും. വോട്ട് ചെയ്യാൻ വരുമ്പം അവരിലുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഇലക്ഷന് സകല ചാനലുകളും പറഞ്ഞു UDF വരില്ല എന്ന് പറഞ്ഞു. UDF വരില്ല എന്ന് പറഞ്ഞപ്പോഴും ഇവിടെ UDFനെ കൊണ്ടുപോകുന്നത് ജെൻസിയാണ്. സിമ്പിൾ, ജെൻസിയാണ് കേരളത്തിൽ UDFനെ കൊണ്ടുപോകുന്നത്. ആ ഗെയിമാണ് നടക്കാൻ പോകുന്ന ഗെയിം. ജെൻസിയുടെ ട്രെൻഡ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഇനിയും മുതൽ വോട്ടുകൾ, അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ വോട്ടുകൾ ഇപ്പോൾ 2030 വരെ, അല്ലെങ്കിൽ 2031 വരെ, അല്ലെങ്കിൽ 2032 വരെയുള്ള പൊളിറ്റിക്സിന് ഒരു ശൈലി കാണും. ആ ശൈലി എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെൻഡ് പുറത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജെൻസി ആയിരിക്കും. ജെൻസി വന്നിട്ട് കൃത്യമായിട്ട് വോട്ട് ചെയ്യും. ജെൻസി തന്നെ മത്സരിച്ചാൽ ജയിക്കത്തില്ല. പക്ഷേ ജെൻസി ആർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു അവർ ജയിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കോക്രോച്ച് പാർട്ടി പോലെയുള്ള പാർട്ടികൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവും. യൂത്ത് ഒരു തീരുമാനമെടുക്കുന്നു. യൂത്തിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാനായിട്ട് ആർക്ക് പറ്റുന്നു? കോക്രോച്ച് പാർട്ടിക്ക് പറ്റുന്നു. അങ്ങനെ കോക്രോച്ച് പാർട്ടി യൂത്തിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുമ്പോൾ ആ യൂത്ത് ഐക്യകണ്ഠേന വന്നിട്ട് ജെൻസി പോലെയുള്ള, അല്ലെങ്കിൽ 90s, കുറച്ച് 90s, ജെൻസി, അതിനുശേഷമുള്ള വോട്ടിംഗ് റൈറ്റ് കിട്ടിയ, അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ് കിട്ടാൻ പോകുന്ന കുട്ടികൾ, ഈ 3 പാർട്ട് ഒരുമിച്ച് വന്നിട്ട് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യും. ആ പാർട്ടിക്ക് അവരുടെ ബേസ് വോട്ടുകളും ഇതുകൂടെ കൂട്ടുമ്പോൾ ആ പാർട്ടിക്ക് ഇലക്ഷൻ ജയിക്കാൻ പറ്റും. സമരങ്ങളൊന്നും നടക്കത്തില്ല, സമരങ്ങളൊന്നും ജയിക്കാനും പറ്റത്തില്ല. പിന്നെ ഇലക്ഷൻ്റെ അജണ്ട തീരുമാനിക്കാനായിട്ട് ഇവർക്ക് പറ്റും. ഇലക്ഷൻ ഒരു വലിയ കൂട്ടമാണ്, ഒരു വലിയ തേനീച്ച കൂട്ടം പോലെ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടമാണ്. ഇവരൊരു ക്യാമ്പയിൻ തുടങ്ങിയാൽ ആ ക്യാമ്പയിൻ വിജയിക്കും. പത്രം വായിക്കാത്ത പിള്ളേരാണ്, ന്യൂസ് കാണാത്ത പിള്ളേരാണ്, ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാൻ താല്പര്യപ്പെടാത്ത പിള്ളേരാണുള്ളൂ. പക്ഷേ അവർ ഇൻസ്റ്റഗ്രാം നോക്കുമ്പം കോക്രോച്ച് പാർട്ടി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യും. ആ ട്രെൻഡ് ഇവിടെ വർക്കൗട്ട് ആകുമ്പോൾ അതൊരു പാർട്ടിക്ക് അനുകൂലമായി മാറും. ഒരു കാര്യം വിജയിക്കണോ വേണ്ടയോ എന്ന്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പബ്ലിക് ഒപ്പീനിയൻ നേരെ അതിനനുകൂലമായിട്ട് വേണോ പ്രതികൂലമായിട്ട് വേണോ എന്ന് ഈ പറയുന്ന കോക്രോച്ച് പാർട്ടിക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. അപ്പോൾ കോക്രോച്ച് പാർട്ടി ഒരു തോൽവിയാണോ? കോക്രോച്ച് പാർട്ടി ഒരു തോൽവിയല്ല. കോക്രോച്ച് പാർട്ടി ഇന്ന് സമരം നടത്തി, ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും ആൾ വരുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവൻ വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്ന നോക്കി, എൻ്റെ ഫൗണ്ടർ വന്നിട്ട് എയർപോർട്ടിൽ ഇറങ്ങുന്ന വാർത്തയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇതിനൊക്കെ ആര് തരാൻ? ആരും വരില്ല. കാരണം ഈ പിള്ളേർ എല്ലാവരും ചിന്തിക്കും, അകത്ത് പോയാൽ ഞാൻ അകത്ത് പോയി കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കാൻ ഇവിടെ ഒരു മുഖ്യധാരാ പാർട്ടി കാണത്തില്ല. കാരണം ഞാൻ മുഖ്യധാരാ പാർട്ടിയുടെ ആളല്ല, ഒരു സോഷ്യൽ മീഡിയ സംഘടനയുടെ മാത്രം ആളാണ്. എന്തെങ്കിലും കാരണവശാൽ അക്രമാസക്തമായ അടി കൊള്ളണം. ഇതൊക്കെ ചിന്തിക്കുന്ന പിള്ളേരാണ്, പഴയ ജനറേഷനല്ലേ ഇതൊക്കെ ചിന്തിക്കുന്ന പിള്ളേർ. ഈ പിള്ളേർ സമരത്തിന് പോവോ? ഇല്ല, ഈ പിള്ളേർ സമരത്തിന് പോകത്തില്ല. പക്ഷേ ഈ പിള്ളേർ വോട്ട് ചെയ്യാൻ പോകും. നാളെ സോഷ്യൽ മീഡിയ സ്റ്റോറി ഇടും. നമ്മൾ മറ്റേ ഒരു സ്റ്റോറി ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് അത് ഷെയർ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊരു ട്രെൻഡ് സൃഷ്ടിക്കുന്ന പരിപാടിയാണ്. കോക്രോച്ച് പാർട്ടി ഒരെണ്ണം തുടങ്ങും. ഇന്ത്യയിലെ ജനങ്ങളുടെ ഈ പറയുന്ന യൂത്തിൻ്റെ ഫുള്ള് മൈൻഡ് ഒരു കാര്യത്തിനെതിരാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി കൊണ്ടൊരു ഗുണമുണ്ടായി. കറൻറ്റ് കാര്യങ്ങളെപ്പറ്റിയും കറൻറ്റ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെ പറ്റിയും കോക്രോച്ച് പാർട്ടി ഈ പറയുന്ന യൂത്തിനെ അവെയറാക്കും. യൂത്ത് അത്യാവശ്യം പൊളിറ്റിക്സിൽ ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങും. പക്ഷേ മോഡേൺ പൊളിറ്റിക്സ് ആയിരിക്കും, പഴയ പൊളിറ്റിക്സ് അല്ല, ഓൾഡ് സ്കൂൾ പൊളിറ്റിക്സ് അല്ല, ഓൾഡ് സ്കൂൾ മുമ്പോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് അല്ല, ഒരു പുതിയ പൊളിറ്റിക്സ്. ഇന്ത്യയിൽ സ്വാഭാവികമായിട്ട് പൊളിറ്റിക്സിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട്. ഈ പറയുന്നത് 2014 UPAക്ക് പറ്റിയതാണ്. അന്നൊരു സോഷ്യൽ മീഡിയ റെവല്യൂഷൻ, ഫേസ്ബുക്ക് റെവല്യൂഷൻ നടന്നു. അത് UPAക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. UPA അതിൻ്റെ സാഹചര്യങ്ങൾ ഉപയോഗിച്ചില്ല. അതാണ് 2014 UPAക്കും 2016 UDFനും പറ്റിയത്. ഇപ്പോൾ 2026 വന്നപ്പോൾ LDFന് പറ്റിയതിനാ. ഇവിടെ ഒരു കൾച്ചർ മാറി, പൊളിറ്റിക്സിൻ്റെ കൾച്ചർ മാറി, ശൈലി മാറി. അത് അവർക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല.
ഇനി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്താലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. എല്ലാ സംഘടനയുടെയും പൊളിറ്റിക്കൽ ബേസും അല്ലെങ്കിൽ എല്ലാ സംഘടനയുടെയും പൊളിറ്റിക്കൽ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ റീസെൻറ്റ് ട്രെൻഡുമായിട്ട് സിങ്കായി പോകുക എന്നുള്ളതാണ്. അങ്ങനെ സിങ്കായി പോകാൻ പറ്റാത്തിടത്തോളം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇവിടെ വർക്കാകാൻ പറ്റില്ല. അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വർക്കാകാൻ പറ്റാത്തിടത്തോളം കാലം അവർ ഇലക്ഷൻ തോറ്റുകൊണ്ടേയിരിക്കും. നിലവിൽ ഇതൊരു ട്രെൻഡാണ്, നിലവിൽ ഇൻസ്റ്റഗ്രാം ട്രെൻഡാണ്. ഈ പറയുന്നത് ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കേസാണ്, ഈ പബ്ലിക് സമരങ്ങളുടെ കാലം കഴിഞ്ഞു. ഇവിടെ ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ സമയത്ത് KM അഭിജിത്ത് ആയിരുന്നു KSUവിൻ്റെ പ്രസിഡന്റ്. എത്ര സമരം നടന്നു, എത്ര സമരം, അടിപൊളിയായിട്ട്. ആ മനുഷ്യ ഒരുപാട് തല്ലുകൊണ്ട ആളാണ് KM അഭിജിത്ത്. പക്ഷേ ഇലക്ഷനിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായോ? തെരുവിലായിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ KSUവിൻ്റെ സമരങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ 2020 ആ ഒരു കാലഘട്ടത്തിൽ അവസാന ടൈമിലൊക്കെ ഷാഫി പറമ്പിൽ പ്രസിഡൻ്റായ സമയത്ത് ഒരുപാട് സമരങ്ങളും ഈ പറയുന്ന തല്ലുകൊണ്ട് ഒരുപാട് പേര് തല്ലുകൊള്ളുകയൊക്കെ ചെയ്തായിരുന്നു. അതിനുശേഷം ഈ കാലാവധി അതുമായിട്ട് കമ്പയർ ചെയ്യും, വളരെ കുറവാണ്. പക്ഷേ ഇവിടെ UDFന് അനുകൂലമായിട്ട് വന്ന സംഭവം എന്നാൽ ഒരുപാട് പുതിയ പിള്ളേർ UDFന് അനുകൂലമായിട്ട് ഇൻസ്റ്റ റീൽ ചെയ്യുന്നവർ വന്നു, ഒരുപാട് പുതിയ പിള്ളേർ ഫേസ്ബുക്ക് റീൽ ചെയ്യുന്ന പിള്ളേർ വന്നു, ഒരുപാട് പേര് എഴുതുന്നവർ വന്നു. ഇതാണ് ബെനിഫിറ്റ് ആക്കിയത്. പിന്നെ ഈ VD സതീശൻ്റെ ഒരു സംവിധാനവും ആ സൈബർ സെറ്റപ്പും ഗുണം ചെയ്തു. അതാണ് കാലം മാറി, പൊളിറ്റിക്സ് മാറി, ഇവിടെ CJPക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. CJP ആണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UP 100 സീറ്റിൽ ഇന്ത്യ മുന്നണി 100 ഈ പറയുന്ന 200 സീറ്റിന് മേളിൽ വന്നതും കോൺഗ്രസ് 100 സീറ്റിലൊക്കെ വന്നത് ഭാരത് ജോഡോ യാത്രയായിരുന്നു. പക്ഷേ ഈ വട്ടം ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവിടെ CJPയുടെ ഇമ്പാക്റ്റ് വലുതായിരിക്കും. CJP എഴുതി തള്ളിയിട്ട് CJPക്ക് ഒരു തേങ്ങയും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ സുരേന്ദ്രൻ, എനിക്ക് തോന്നുന്നില്ല അമിത്ഷാ ഒന്നും അങ്ങനെ ഇരിക്കുന്ന പൊളിറ്റീഷ്യനല്ല. അദ്ദേഹമൊക്കെ ഭയങ്കര അപ്ഡേറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയല്ലേ, ഗുജറാത്തിൽ നിന്ന് അവിടെ വരച്ചെന്ന ആളല്ലേ. അവർക്കിത് മനസ്സിലായിട്ടുണ്ട്, ഇതിനകത്ത് അപകടം മനസ്സിലായിട്ടുണ്ട്. വരുന്നയാളോ സമരം പൊളിഞ്ഞോ സമരം വിജയിച്ചോ ഒന്നുമല്ല. ആൾക്കൂട്ട സമരം പറഞ്ഞ് നേപ്പാളിലെ പോലൊരു ആൾക്കൂട്ട സമരം മറക്കാവുന്ന സ്ഥലമൊന്നുമല്ലോ ഇവിടെ. ഈ രാജ്യത്ത് അത് വേണ്ടതാനും. പക്ഷേ ഈ രാജ്യത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട്, സൈലൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് CJPക്ക് പറ്റും.